Hi students, next question, 14th question discuss the continuity of the function f where f is defined by f of x is equal to ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് 0 മുതൽ 1 വരെ അല്ലേ, 0 to 1 എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 0 മുതൽ 1 വരെ അതിൻ്റെ വാല്യൂസ് എന്താ പറഞ്ഞിട്ടുണ്ട്? 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 1 മുതൽ 3 വരെ ഈ ഫംഗ്ഷൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മുതൽ 10 വരെ ഇതെന്തായിരിക്കും? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏതെല്ലാം കണ്ടീഷൻസ് ഇത് കണ്ടിന്യൂസ് ആയിരിക്കും? 0 to 1ലും 1 to 3ലും 3 to 10ലും എന്തായിരിക്കും ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈസ് എന്ത് ഫംഗ്ഷൻ ചെയ്താൽ? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ചെയ്ത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഏതായാലും പോയിന്റിൽ ഡിസ്കണ്ടിന്യൂ ഉണ്ടോ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ടല്ലേ, ഇവിടെ 1 > എക്സ് <3 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ അറ്റ് ഏത് പോയിന്റിൽ ചെക്ക് ചെയ്യണം? ഫസ്റ്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഈ പോയിന്റിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് എടുക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു വരും. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എന്ത് വരും? 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരും. അപ്പോൾ 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന സമയത്ത് ലെസ് ദാൻ 1 വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ട്? 1ൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന സമയത്ത് ഏത് കണ്ടീഷൻ വരും? ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു എന്ത് വരും? 0. ലെസ് ദാൻ വരുന്ന സമയത്ത് ഏതാ വാല്യൂ വരുന്ന? ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് ഇവിടെ ലിമിറ്റ് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് ആൻസർ എന്ത് കിട്ടി? 3 എന്ന് പറഞ്ഞ് കിട്ടി. നെക്സ്റ്റ് അതേപോലെ തന്നെ അടുത്ത് എന്തുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എങ്ങനെ വരും? 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 1ൻ്റെ റൈറ്റ് സൈഡിലെ വാല്യൂ 1 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് അല്ലേ, റൈറ്റ് സൈഡിൽ വരുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? 4. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു, ഓക്കെ ഇത് മാറിയിട്ട് എങ്ങനെ വരും? എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എച്ചിന് വരും തരും 4 എന്ന് പറഞ്ഞു വരും. ഫംഗ്ഷൻ ഇല്ല. ഓക്കെ, എക്സ് കൊടുക്കാൻ ഫംഗ്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് 4 എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണ് ആൻസർ കിട്ടി 4 എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈക്വൽ ആണെന്ന് കിട്ടിയോ? ഇല്ല, രണ്ടും വ്യത്യസ്തമായ ഒരു ആൻസറാണ് നമുക്ക് കിട്ടിയത്. ഇതാ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്ത് ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ചെയ്താൽ. ദെയർഫോർ എന്ത് ചെയ്താൽ? എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അല്ല, നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. നെക്സ്റ്റ് ഇനി ഏത് പോയിന്റും കൂടി ചെക്ക് ചെയ്തുകൊണ്ട് ഇവിടെ 3 എന്ന് പറഞ്ഞ പോയിന്റിലും കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അറ്റ് ഏത് പോയിന്റിൽ? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പോയിന്റിലും ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് 3 മൈനസ് എച്ച് എന്ന് പറഞ്ഞു. ഇത് ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ 3 ഉണ്ടെങ്കിൽ 3ൻ്റെ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ഓക്കെ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 3 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ ഏത് വരും? വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ വരുന്ന സമയത്ത് വാല്യൂ എന്ത് വരുന്നുണ്ട്? 4 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. കൊടുക്കാൻ വാല്യൂ എക്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് 4 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈസ് ഈക്വൽ ടു ആൻസർ കിട്ടും 4 തന്നെ കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ കിട്ടി 4 കിട്ടി. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ പ്ലസ് ഉണ്ട് 3 പ്ലസ് എഫ് ഓഫ് എങ്ങനെ വരും? 3 പ്ലസ് എച്ച് എന്ന് പറയും ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറയുന്നത് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഏത് വരുന്നത്? റൈറ്റിലേക്ക് വരുന്ന സമയത്ത് 5 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. 5 എന്ന് പറഞ്ഞിട്ടും ഈസ് ഈക്വൽ ടു തൊട്ടും 5 എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. അങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും എന്ത് കിട്ടി? വ്യത്യസ്തമായ ഒരു ആൻസർ കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്ത് ചെയ്തിരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദെയർഫോർ എന്ത് ചെയ്താൽ? ദെയർഫോർ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തായിരിക്കില്ല ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ പറഞ്ഞതും സെയിം ക്വസ്റ്റ്യൻ തന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താലോചിക്കേണ്ടത്, ഫസ്റ്റ് നോക്കേണ്ടത് കാര്യം എക്സ് ലെസ് ദാൻ 0ലും അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 1ലും എന്താണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും, ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അങ്ങനെയാണ് എന്തായിരിക്കും എഫ് ഈസ് എന്തിട്ടും എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടു. ഓക്കെ, എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടു. അങ്ങനെ ഏത് പോയിന്റിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഏത് പോയിന്റിൽ വരുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0ലും വരുന്നുണ്ട്, അതുപോലെ തന്നെ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടിരിക്കുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഏത് പോയിന്റിൽ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഇട്ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എങ്ങനെ വരും, എക്സിന് പകരം എങ്ങനെ വരും 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരും, ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് ഇതിന് പകരം ഇത് മാറി അല്ലെ, എഫ് ഓഫ് 0 മൈനസ് എച്ചിന് പകരം ഫംഗ്ഷൻ മാറിയിട്ട് എങ്ങനെ വരും 2 ഇൻറ്റു എക്സിന് പകരം തരും 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരും. ഓക്കെ, എക്സിന് പകരം 0 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരും, ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0 മൈനസ് 0 എന്ന് പറഞ്ഞപ്പോൾ ആൻസർ എന്നിട്ട് 0 മൈനസ് 0 ഇസിക്കൽ 0, 2 ഇൻറ്റു 0 ഇസിക്കൽ ടു 0 എന്ന് പറഞ്ഞിട്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ വന്നിട്ടു റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് അല്ലെ, എഫ് ഓഫ് എങ്ങനെ വരും, ഇത് മാറിയിട്ട് എഫ് ഓഫ് എക്സിന് പറയും എങ്ങനെ വരും 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് റൈറ്റ് അല്ല ഗ്രേറ്റർ ദാൻ വരുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ വാല്യൂ എന്ത് വരും 4x എന്ന് പറഞ്ഞു, 4xന് പകരം എന്ത് വരും 4 ഇൻറ്റു 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു വരും, ഈസ് ഈക്വൽ ടു എന്ത് വരും 4 ഇൻറ്റു 0 പ്ലസ് 0 ഈസ് ഈക്വൽ ടു എന്ത് വരും 0 എന്ന് പറഞ്ഞു വരും. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ത് 0 ടി. നെക്സ്റ്റ് വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഏതിലാണ് എഫ് ഓഫ് 0 എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്ത് വരും 0 എന്താ വരുന്ന വാല്യൂ 0 തന്നെ അല്ലേ, അപ്പോൾ 0 അങ്ങനെയാണ് നമുക്ക് എന്തിട്ട് ദെർഫോർ എഫ് ഈസ് എന്ത് ഫംഗ്ഷൻ ആയത്, എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് വാല്യൂ ഓഫ് ഫംഗ്ഷൻ്റെ 3 എന്ത് കിട്ടി ഈക്വൽ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ഏത് ഒരു വാല്യൂനും കൂടെ കണ്ടിരിക്കേണ്ടല്ലേ, എറ്റ് ഏത് വാല്യൂനും കൂടെ കണ്ടിരിക്കേണ്ടത് എറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ വാല്യൂനും കൂടി ചെക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ വാല്യൂല് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എങ്ങനെ ഇട്ടു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് അല്ലെ, എഫ് ഓഫ് എക്സ് എങ്ങനെ വരും, എക്സ് മാറിയിട്ട് എങ്ങനെ വരും 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ 1ന്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിൽ 1ന്റെ വാല്യൂ ലെസ് ദാൻ 1 വരുന്ന സമയത്ത് എങ്ങനെ വരുന്നുണ്ട്, ലെസ് ദാൻ 1 വരുന്ന സമയത്ത് ഫംഗ്ഷൻ വരുന്നുണ്ട് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൻസർ കിട്ടും 0 എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു വരും, ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എച്ചിന് വരും 1 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ റൈറ്റ് അല്ലെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ വരുന്ന സമയത്ത് എന്ത് വരും, വാല്യൂ എന്ത് വരും 4x, 4xന് വരും എന്ത് വരും 4 ഇൻറ്റു എക്സിന് വരും എന്ത് വരും 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു വരും, ഈസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ എന്ത് വരും 4 ഇൻറ്റു 1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 4 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെയാണ് ഇവിടെ എന്ത് കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എങ്ങനെ കിട്ടും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയുക, ദെർഫോർ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അല്ലെ, എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കില്ല, ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല. ഓക്കെ,
നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ പറഞ്ഞതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പറഞ്ഞത്, ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി അല്ലേ, കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിട്ടാന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് നല്ലോണം നോക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ആലോചിച്ച് വയ്ക്കുക. അതായത് എക്സ് ലെസ് ദാൻ -1 അല്ലേ, എക്സ് ലെസ് ദാൻ -1 അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 1 ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. എഫ് ഈസ് എന്ത് ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്, -2 കിട്ടുന്നുണ്ട്, 2 കിട്ടുന്നുണ്ട്. എഫ് ഈസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതിനാണെങ്കിൽ എന്തായിരിക്കും എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഈസ് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ട ഏതെല്ലാം പോയില്ല, ഏതെല്ലാം മാറ്റം വരുന്നത് ഇവിടെ എക്സ് ലെസ് കൊണ്ട് -1 എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഏത് പോയിന്റ് ചെക്ക് ചെയ്യണം, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു -1 ചെക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്ത് വരും, -1 മൈനസ് അല്ലേ, ഇത് -1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു വരും. ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 മൈനസ് എഫ് ഓഫ് എങ്ങനെ വരും, -1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു. ഇവിടെയാണ് -1 എങ്കിൽ ഈ -1 ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു, ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഇത്. ഓക്കെ, അടുത്ത എച്ച് ടെൻസ് ടു 0, ഇവിടെ എങ്ങനെ വരും, എഫ് ഓഫ് -1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ -1 മൈനസ് എച്ച് -1ൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ലെഫ്റ്റിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ എങ്ങനെ വരുന്നുണ്ട്, -2 എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും, ഈസിക്കൽ ടു -2 എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസിക്കൽ ടു എന്ത് കിട്ടി, -2 എന്ന് പറഞ്ഞിട്ട്. ഇനി അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 പ്ലസ് എഫ് ഓഫ്, ഓക്കെ എഫ് ഓഫ് എങ്ങനെ വരും, -1 പ്ലസ് എച്ച് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ വാല്യൂ. അപ്പോൾ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് മാറ്റി ചെയ്യുന്നു അല്ലേ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഇവിടെ -1 പ്ലസ് എച്ച് എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ വരും, റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് -1ൻ്റെ റൈറ്റ് സൈഡിൽ എങ്ങനെ വരുന്നുണ്ട്, ഫംഗ്ഷൻ എങ്ങനെ വരുന്നുണ്ട്, 2x എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 ഇൻറ്റു എക്സിന് പോലെ എങ്ങനെ വരും, -1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞു വരും. ഓക്കെ, -1 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ എങ്ങനെ വരും, 2 ഇൻറ്റു -1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -1 പ്ലസ് 0 ഈസ് ഈക്വൽ ടു -1 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, -2 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് എണ്ണടിക്കണം, അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും എന്നിട്ട് ഈക്വൽ കിട്ടി. അങ്ങനെയാണ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -1, എഫ് ഓഫ് -1 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ, -1 എന്താ കിട്ടുന്നത്, -2. അങ്ങനെയാണ് therefore നമുക്ക് എന്ത് കിട്ടി, ഈ 3 വാല്യൂ അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് അല്ലേ എന്ന് പറയുമ്പോൾ -1. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താൽ therefore എഫ് ഈസ് എന്ത് ഫംഗ്ഷനിലേക്ക്, എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് ഏത് പോയിന്റിൽ, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ പോയിന്റിൽ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റിലും കൂടി കണ്ടുപിടിക്കാനുണ്ടല്ലേ, ഏത് പോയിന്റിൽ, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഏത് പോയിന്റ് വരുന്നത്, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിലും കൂടി ചെക്ക് ചെയ്യണം. ഇവിടെ എന്ത് വരുന്നുണ്ട്, 1 എന്ന് പറഞ്ഞ പോയിന്റും കൂടി ചെക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എങ്ങനെ വരും, 1 മൈനസ് എച്ച് അല്ലേ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് മാറും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ 1 ഉണ്ടെങ്കിൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നില്ല, 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ലെസ് താൻ വരുന്ന സമയത്ത് എന്താ വരുന്നത്, 2x അല്ല. അപ്പോൾ 2 ഇൻറ്റു എങ്ങനെ വരും, 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞു ഈസ് ഈക്വൽ ടു എങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 മൈനസ് 0 ഈസ് ഈക്വൽ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ എന്ത് കിട്ടി, 2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 പ്ലസ് റൈറ്റ് സൈഡിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ വരുന്ന സമയത്തൊക്കെ വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ,
2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും 2 എന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് കൊടുക്കാനുണ്ടോ, വാല്യൂ ഇല്ല. അപ്പോൾ ഈ സീക്കൽ എന്തെങ്കിലും 2 എന്ന് പറഞ്ഞ് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈ സീക്കൽ 2, റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് കിട്ടി. അങ്ങനെയാണ് അടുത്ത് എന്തെങ്കിലും വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് f(1) കണ്ടിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് f(1). 1ന്റെ വാല്യൂ, 1ൽ എന്താ വാല്യൂ, 1ൽ എന്ന് പറയുന്ന വാല്യൂ എന്താ വരുന്നത്, 2x വരുന്നല്ല. അങ്ങനെ 2x വരുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും 2 × x എന്തെങ്കിലും 1 വരും. ഈ സീക്കൽ 2 ഇതെന്ത് കിട്ടി, 2 കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് f ഓഫ് x ഈസ് ഈക്വൽ ടു, അല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 1 പ്ലസ് f ഓഫ് x, റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു എന്തുണ്ട്, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് f(1) എന്ന് പറഞ്ഞ് കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്താൽ therefore എന്ത് കിട്ടി, therefore f is a continuous function, f is a continuous function at x is equal to 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും, ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻറ്റ് ആയി പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.